പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ 4ാം വാർഡ് UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. അത് ഇത്തവണ നിലനിർത്തി സിദ്ധാർത്ഥ അല്ലേ? അതെ. എങ്ങനെയുണ്ട്? എത്ര വോട്ടുണ്ടായിരുന്നു? ടോട്ടല് 227 വോട്ടുണ്ടായിരുന്നു. LDF 191 സംതിങ്, BJP 32 വോട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ 2 ബൂത്ത് ഉണ്ടായിരുന്നല്ലോ. അല്ല, ഒരു ബൂത്തിൽ എനിക്ക് 15, പള്ളിവാസൽ ALP സ്കൂളിൽ 15 വോട്ട് ലീഡിങ്ങും, ഇവിടെ എനിക്ക് ആകെ 79-49 വോട്ട് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ പള്ളിവാസൽ പഞ്ചായത്തിൽ എല്ലാ വാർഡിലും UDF ഇരുന്ന സീറ്റ് LDF ആയി, LDF ഇരുന്ന സീറ്റ് UDF ആയി. എല്ലാവരുടെ 7, 8, 9 അത് LDF സിറ്റിംഗ് സീറ്റാണ്. അത് ഒരിക്കലും മാറിയിട്ടില്ല. പക്ഷെ 4ാം വാർഡ് നമ്മുടെ UDF സിറ്റിംഗ് സീറ്റ് നമുക്ക് പിന്നെയും തിരിച്ചു പിടിച്ചു. അത് മാത്രം പറയാം. പ്രതീക്ഷ ഉണ്ടായിരുന്നോ ജയിക്കുമെന്ന്? പൊതുവേ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ല, സൈലന്റ് വർക്കായിരുന്നു. നമ്മൾ സാധാരണ 10, 50, 100 ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ഇതുണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. മുൻപേ എൻ്റെ ഫാമിലിയും പിന്നെ ഞാനും പിന്നെ 1-2 പേർ മാത്രം ആ രീതിയിൽ നമ്മൾ പേഴ്സണലായിട്ട് എനിക്ക് കുറേ വോട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം വെച്ച് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ജയിച്ചു. എൻ്റെ ഒരു ഇത്. സുഹൃത്തുക്കളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നല്ലേ? സുഹൃത്തുക്കൾ എല്ലാവരും പിന്തുണ. എനിക്ക് നല്ലൊരു ആദ്യമായിട്ട് ഞാൻ മത്സരിക്കുന്നത്. പിന്നെ പലരും പറയുന്നത് കുറച്ച് പഠിച്ച വിദ്യാഭ്യാസമുള്ള പയ്യൻ പറഞ്ഞു, കുറേ പേർ എന്നോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേഴ്സണൽ ബന്ധം വെച്ച് നമുക്ക് കുറച്ച് വോട്ടൊക്കെ കിട്ടി. പിന്നെ എന്തായാലും ജയിക്കുന്നതിന് എനിക്ക് മനസ്സോട് സന്തോഷം ഉണ്ടായിരുന്നു. അത് തന്നെ നടന്നു. അത്രയേ ഉള്ളൂ. ഏതായാലും ഇനി എന്താണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഓപ്പോസിറ്റായിട്ട് പരാജയം ചെയ്ത ചേട്ടൻ നമ്മുടെ രാമർ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. പുള്ളി നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവരുടെ മേലെ എനിക്ക് എന്തൊരു വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ കുറവാണെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ വരുമ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാക്കണം, കുറച്ച് സ്മാർട്ടായിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് വോട്ട് ചെയ്ത എല്ലാവരും എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ വാർഡിൽ 677 വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിന് എല്ലാവർക്കും ഞാൻ മാത്രമാണ് മെമ്പർ. ഇനി അങ്ങനെ ഒരു ഭാരപക്ഷം BJP LDF അങ്ങനെ ഒരു ഭാരപക്ഷം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഒരേ മെമ്പറായിട്ട് ഞാൻ മുൻപോട്ട് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അത് എന്തായാലും ചെയ്തെടുക്കും. പാർട്ടി നോക്കാണ്ട് എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കും. അത് തന്നെ, അത് സത്യമാണ്. അത് എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഇതോടെ തീർന്നതല്ല എൻ്റെ രാഷ്ട്രീയം. ഇനിയും 5 കൊല്ലത്തിൽ എനിക്ക് പിന്നെയും അല്ലെങ്കിൽ മത്സരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്കായിട്ട് ഒരു ചീത്തപരിണാമം ഉണ്ടാക്കി എടുക്കാതെ ഞാൻ മുൻപോട്ട് പോകണമെന്ന എൻ്റെ ഒരു ചിന്ത. അത് എന്തായാലും നടത്തിയിരിക്കും. അത്രയേ ഉള്ളൂ. സന്തോഷമുണ്ട് പ്രതീക്ഷയിൽ? തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിരിക്കും. തീർച്ചയായും സന്തോഷമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യും. അതോടൊപ്പം തന്നെ UDFന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയ വലിയ സന്തോഷത്തിലാണ് സിദ്ധാർത്ഥുള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.